അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനത്തെക്കുറിച്ചാണ്, അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണല്ലേ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഉള്ളിലൊരു കുറ്റബോധം നമുക്ക് ഉണ്ടാവും. കുറ്റബോധം കൊണ്ട് നമ്മൾ നീറില്ലേ, തെറ്റ് പറ്റിപ്പോയി, ഇതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ. എന്നാൽ ഇസ്തിഗ്ഫാർ നമ്മെ പുതുതായിട്ടൊരു ജീവിതം തുടങ്ങാൻ സഹായിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇസ്തിഗ്ഫാർ ഒരു വലിയ ഇബാദത്താണ്. ഇസ്തിഗ്ഫാർ എന്നാൽ റബ്ബിനോട് ക്ഷമ ചോദിക്കലാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 70 മുതൽ 100 പ്രാവശ്യം വരെ പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നത്രേ. അതുകൊണ്ട് നമുക്കും ഇൻഷാ അല്ലാഹ് ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. മാത്രമല്ല, ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, നമ്മുടെ ആങ്സൈറ്റി പാടെ ഇല്ലാതാവുന്നു. 2, നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നു. 3, നമ്മുടെ ഉപജീവന മാർഗം എളുപ്പമാക്കുന്നു. 4, റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. 5, അറിവിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. 6, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. 7, നിങ്ങൾ തന്നെ അടിമുടി മാറുന്നു. 8, റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുന്നു, കാരണം റബ്ബിന് ക്ഷമ ചോദിക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടമാണ്. 9, നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 10, കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് റബ്ബ് കുട്ടികളെ നൽകുന്നു. 11, സമൃദ്ധമായ വെള്ളം റബ്ബ് നൽകുന്നു. ഇനി റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? 1, നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന വിദ്വേഷം, വെറുപ്പ്, നെഗറ്റീവായിട്ടുള്ള ചിന്ത എല്ലാം പോകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും സമാധാനവും നന്ദിയും മറ്റുള്ളവരുടെ സഹാനുഭൂതിയും എല്ലാം വർദ്ധിക്കുന്നു. ഇത് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതം സുന്ദരമാക്കാനും സഹായിക്കുന്നു. നമുക്ക് നമ്മുടെ ആത്മാഭിമാനം മെച്ചപ്പെടുത്താനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതായത്, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത് ഒരിക്കലും നിങ്ങൾ വീക്കായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ മെൻ്റലി ഫ്രീ ആകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള പക, അസൂയ എല്ലാം മായ്ച്ചു കളയുകയാണ്. നമ്മുടെ മനസ്സിനെ തട്ടിയ മുറിവ് പതിയെ ഉണങ്ങുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യം പതിയെ അലിഞ്ഞു പോകുന്നുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് മാറും. ഒരുപാട് കാലമൊന്നും നമുക്ക് നമ്മുടെ വേദനകൾ അടക്കി പിടിച്ച് ജീവിച്ചു പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ, റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും നമ്മെ വേദനിപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുക. ഓർക്കുക, അവർ ഒരു തെറ്റും നമ്മളോട് ചെയ്യാനിട്ടല്ല നമ്മൾ അങ്ങനെ പുറത്തു കൊടുക്കുന്നത്, ബട്ട് നമ്മുടെ റബ്ബിന് വേണ്ടിയാണ് എന്ന്. എൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയാണ് എന്ന്, ഫ്രീ ആകാൻ വേണ്ടിയാണെന്നും ഓർക്കുക. ദേഷ്യം, വാശി, ആങ്സൈറ്റി, അസൂയ, ഡിപ്രഷൻ ഇതൊക്കെ നമ്മുടെ ആന്തരിക അവയവമായ ലിവർ, തൈറോയിഡ്, സ്റ്റൊമക്ക്, കിഡ്നി, ഹാർട്ട് എന്നിങ്ങനെയുള്ള അവയവത്തിനൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മൾ പൊറുക്കലിനെ തേടുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും നമ്മൾക്ക് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ നേട്ടം. അതുകൊണ്ട് പൊറുക്കലിനെ തേടുക. ദിവസവും ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം ആത്മാർത്ഥമായി പറയുക. ഇൻഷാ അല്ലാഹ് റബ്ബ് കൂടെയുണ്ട്. എത്ര മനോഹരമാണല്ലേ ഇസ്ലാം! എത്ര മനോഹരമായാണ് റബ്ബ് അവൻ്റെ അടിമയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. റബ്ബ് എന്നെയും നിങ്ങളെയും നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.